കല്യാണമാവാത്ത പെൺകുട്ടികൾ സഹോദരിമാര് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തബറുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏത് മക്കാമ ചെന്നാലും തബറുക്കായിട്ട് ചന്ദനം ചിലപ്പോൾ കിട്ടും. ചില മക്കാമിലൊക്കെ ചിലടത്ത് വെള്ളമാണ് കിട്ടുക അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ഏത് മക്കാമ ചെന്നാലും തബറുക്കായിട്ട് ചന്ദനം ചിലപ്പോൾ കിട്ടും. ചില മക്കാമിലൊക്കെ ചിലടത്ത് വെള്ളമാണ് കിട്ടുക അല്ലെ. എന്നാൽ ഈ മഹാന്റെ കടറത്തിൽ ഇതിന് തബറുക്കായി കൊടുക്കുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ ഇടുന്ന ആരാണ്? പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ് അല്ലെ. എന്നാൽ ഈ ബഹുമാനപ്പെട്ട സയ്യിദ് മീരാൻ ഹുസൈൻ തങ്ങളുടെ കബറിന്റെ മുകളിലും എല്ലാ ഭാഗത്തും മൈലാഞ്ചിയാണ് ഇറക്കുക. ഈ മൈലാഞ്ചിയാണ് ഇവർക്ക് തബറക്കായി കല്യാണമാവാത്ത പെൺകുട്ടികൾ 20 വയസ്സ് 25 വയസ്സ് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം ആവാത്തവരെ പോലെ എപ്പോഴും നമ്മൾ അറിവിൽ കണ്ടിട്ട് കൂടെ വരാറുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ട് ആദ്യം വിളിച്ചറില് നമുക്കൊക്കെ വിളിച്ചു വരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൈലാഞ്ചി ഇവിടുന്ന് തരും. ഈ തങ്ങളാണ് ഇപ്പോൾ തങ്ങളുടെ ഇല്ല, തങ്ങളാണ് ഒരു മൈലാഞ്ചി തരും. ആ മൈലാഞ്ചി കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ മക്കാമെന്ന് ഒരു കിട്ടുന്ന സാധനമാണ്. അത് ലേശം തരുള്ളൂ. അത് നമ്മുടെ നാടൻ മൈലാഞ്ചുമായി മിക്സ് ചെയ്തിട്ട് സ്ത്രീകൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പെൺകുട്ടികളുള്ളത് ഉപയോഗിക്കേണ്ട ആളുകൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആ പീരീഡ് സമയം ഉണ്ടല്ലോ, പീരീഡ് സമയം കഴിഞ്ഞ് കുളിക്കുമല്ലോ അല്ലെ. 7 ദിവസം 8 ദിവസം കഴിഞ്ഞാണല്ലോ കുളിക്കുക. കുളിക്കുമ്പോൾ ചിലപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ രാവിലെ കുളിക്കും അല്ലെ. അല്ലാത്ത കുട്ടികളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾ ഓരോ പണി കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു 10 12 ആവും. എപ്പോഴാണെങ്കിലും ളുഹറിന്റെ മുന്നേ 2 റക്അത്ത് നിസ്കരിക്കണം. എന്താണ് ഒരു ഉദ്ദേശം പൂർത്തിയാണ് നെയ്യത്ത് വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. കുളി കഴിഞ്ഞ ശേഷം നിസ്കരിക്കുക. നിസ്കരിച്ച ശേഷം ഈ മൈലാഞ്ചി നെയ്യത്ത് വെച്ച് കൈമലിടുക. അതിന് ഫാത്തിഹ സൂറത്ത് ഓതണം. ആര് ഇതിടുന്ന. അപ്പൊ എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? കല്യാണം നടക്കല്ലേ. അപ്പൊ ആ നെയ്യത്ത് വെച്ചിട്ട് അത് ചെയ്യാം. അതേ ഷർത്തുള്ളൂ. അശുദ്ധി കഴിഞ്ഞ് പൂർത്തിയായി ശുദ്ധിയായ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്താക്കുക? മൈലാഞ്ചി കൈമലിടുക, നെയ്യത്ത് വെക്കുക, ഫാത്തിഹ സൂറത്ത് ഓതുക. പിന്നെ അത് അശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കഴുകി കളയരുത്. കുറച്ചുണ്ടാവില്ല, ഒന്നും കളയാനുണ്ടാവില്ല, കുറച്ച് തുടങ്ങി പോകും. ഏതാ കഴുകി കല്യാണത്തിന് കക്കോസിലും കുളിമുറിയിലും ഉണ്ടാക്കിയത് കൊണ്ടേ കളയത്. നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓടിയിട്ടതാണ്. അതൊന്നും മനസ്സിലായി നമുക്ക് പറഞ്ഞു കൊടുക്കുക ആരെ കൊണ്ടുവന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും. ഏതൊക്കെ? മൈലാഞ്ചി കിട്ടും, കായ് കിട്ടും. വേണ്ടവര് ഇപ്പൊ തന്നെ വാങ്ങിക്കോളൂ. ഈ തങ്ങളുടെ സാധനം എന്തെങ്കിലും ഹദിയ ഞങ്ങൾ കൊടുക്കണം. ഇത് കാരണം നമ്മൾ സംഗതിക്ക് വേണ്ടില്ലേ. കാരണം എന്തെങ്കിലും ഹദിയ കൊടുക്കണം. അത് മോശമാക്കണ്ട. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് കുട്ടികൾ ഞാത്തവർക്ക് ഇവിടുന്ന് ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്.